ശ്വാസതടസ്സവുമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതാണ് 3.5 മാസം പ്രായമായ നവജാത ശിശുവിനെ. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ സുർജിത് കുമാർ നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന് അടിയന്തര ഇന്റൻസീവ് കെയർ പരിചരണം അത്യാവശ്യമാണെന്ന് കണ്ടെത്തി. എന്നാൽ അതിനുള്ള സൗകര്യം നിലവിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇല്ല. സ്വകാര്യ ആശുപത്രികളിൽ നിന്നാണ് കുട്ടിയെ ഇവിടേക്ക് വിട്ടത്. അതിവേഗം തിരുവനന്തപുരം SAT ആശുപത്രിയിലെത്തിച്ച് അടിയന്തര ചികിത്സ നൽകണം. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു ഇത്. ഡോക്ടർ തന്നെ കുട്ടിക്ക് അതിവേഗം പ്രാഥമിക ചികിത്സ ലഭ്യമാക്കി. ഓക്സിജൻ സംവിധാനമുള്ള ആംബുലൻസ് സേവനവും ഏർപ്പെടുത്തി. ഒരു കുഞ്ഞ് സുഖമില്ല. നഴ്സ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ സമയമൊട്ടും വൈകിപ്പിക്കാതെ ആശുപത്രി ജീവനക്കാരും അവിടെയുണ്ടായിരുന്നവരും ചേർന്ന് വഴിയൊരുക്കി. അഞ്ചൽ സ്വദേശികളുടെ കുഞ്ഞിനെ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വേഗത്തിലെത്തിച്ചു. കുഞ്ഞിപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ്. അതിവേഗം കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ആശുപത്രി അധികൃതർ കാണിച്ച കൂട്ടായ ശ്രമമാണ് പ്രശംസിക്കപ്പെടേണ്ടത്. ആശുപത്രിയിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും റഫർ ചെയ്യുന്നെന്ന് നിലവിൽ വ്യാപക പരാതികളുണ്ട്. എന്നാൽ ഇല്ലാത്ത സംവിധാനങ്ങളുടെ പേരിൽ രോഗികളെ കിടത്തി അവരുടെ ജീവൻ അപകടത്തിലാക്കാൻ ഒരു ഡോക്ടറോ നഴ്സോ തയ്യാറാകില്ല. അലംഭാവം കാണിക്കുന്നവരും തട്ടിക്കയറുന്നവരും ഉണ്ടാകാം. എന്നാൽ ഭൂരിഭാഗവും അങ്ങനെയല്ല തന്നെ. ജനറൽ ആശുപത്രി തലത്തിലേക്ക് ഉയർന്നാൽ ഇത്തരത്തിലുള്ള റഫർ ചെയ്യുന്ന വിഷയങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.